കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ നടന്നു. അമേരിക്കയുടെ ജെഡി വെൻസ് ആണ് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇസ്ലാമാബാദിൽ ഈ ചർച്ചകൾ നടക്കുമ്പോൾ പ്രധാനമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ ചർച്ചയിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് യുദ്ധത്തിൽ ഉണ്ടാകുമെന്നാണ്. പക്ഷേ അത്തരത്തിലുള്ള നീക്കുപോക്കുകൾ ഒന്നും തന്നെ യുദ്ധത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ചർച്ച അലസിപ്പിരിയുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. എന്തായാലും ഇപ്പോൾ ഇസ്രായേലും മറ്റ് ഗൾഫ് രാജ്യങ്ങളും, അതായത് UAE, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ അടക്കമുള്ള രാജ്യങ്ങൾ, സൗദി അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈ ചർച്ചയിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ചർച്ചയിൽ അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇറാനും അമേരിക്കയും തമ്മിൽ എവിടെ ചർച്ച നടത്തി സമവായത്തിലെത്തി ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇറാന്റെ ശക്തി വർദ്ധിക്കും. കാരണം ഇറാന് ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള പിടി അതിഭീകരമായി മുറുകുമെന്ന് കൃത്യമായി ഇവർക്കറിയാം. അതുകൊണ്ട് ഇറാനെ വേരോടെ പിഴുതെടുക്കുക, അല്ലെങ്കിൽ മുച്ചൂടും നശിപ്പിച്ച ശേഷം മാത്രം യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുക എന്നുള്ള ഒരു തീരുമാനമാണ് സകല ഗൾഫ് രാജ്യങ്ങളും GCC രാജ്യങ്ങളും കൈക്കൊണ്ടത് എന്നത് ഈ അവസരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ചർച്ച അവിടെ നടന്ന് അത് അലസിപ്പിരിയുമ്പോൾ മുജ്തബ ഖമേനി എന്ന് പറയുന്ന അയത്തുള്ള അലി ഖമേനിയുടെ മകന്റെ ആ ഒരു കെണിയിൽ ട്രംപ് വീണു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം തന്നെ എഴുതി പിടിപ്പിച്ചത്. എന്താണ് ട്രംപിനെ കൊടുക്കാനുള്ള ആ കെണി മുജ്തബ ഖമേനി എന്നുള്ളത്? അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. ഈ യുദ്ധം നീണ്ടുകൊണ്ടു പോകുമ്പോൾ അമേരിക്കയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് മുജ്തബ ഖമേനി കണക്ക് കൂട്ടുന്നത്. നമുക്കറിയാം, അമേരിക്കയുടെ ബലഹീനത എന്ന് പറയുന്നത് ഇപ്പോൾ സാമ്പത്തിക രംഗത്താണ്. ആ സാമ്പത്തിക ബലഹീനതകൾ ഉപയോഗിച്ച് സൂപ്പർ പവറായ അമേരിക്ക അതിന്റെ നിബന്ധനകൾക്ക് അനുസൃതമായി വളയ്ക്കാനുള്ള ഒരു തന്ത്രത്തിലാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. അമേരിക്കയ്ക്ക് അത്യാധുനിക മിസൈലുകളും സൈനിക ശക്തിയും ഉണ്ടെങ്കിലും ലോകത്തിന്റെ സാമ്പത്തിക ധമനിയായ ഹോർമൂസ് കടലിടുക്ക് ഇറാനാണ് നിയന്ത്രിക്കുന്നത്. യുദ്ധം നീട്ടിക്കൊണ്ടുപോയി അമേരിക്കയെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് ഇറാന്റെ ലക്ഷ്യം. അമേരിക്കയിലെ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും കുതിച്ചുയരുന്ന എണ്ണവിലയും കാരണം ട്രംപ് ഭരണകൂടം വല്ലാതെ വലയുകയാണ്. പോരാത്തതിന് ഒരു തിരഞ്ഞെടുപ്പ് വരികയാണ്. അതിൽ അമേരിക്കയുടെ ജനത ഈ വിഷയമാണ് ഏറ്റവും വലിയ വിഷയമായി ഉയർത്തിക്കാട്ടാനായിട്ട് പോകുന്നത്. ഈ സാമ്പത്തിക പണപ്പെരുപ്പവും ഈ ഉയർന്നു വരുന്ന എണ്ണവിലയും അമേരിക്കയെ ഒരു പ്രക്ഷോഭത്തിലേക്ക് നയിക്കുമെന്ന് തന്നെയാണ് മുജ്തബ ഖമേനി ഇപ്പോൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ട്രംപ് ഭരണകൂടത്തിന് മേൽ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്താനാണ് ഇപ്പോൾ മുജ്തബ ഖമേനിയുടെ നീക്കം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ പ്രഥമമായിട്ടുള്ള ഒരു നീക്കം നടത്തേണ്ടത് അമേരിക്ക തന്നെയാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.